So welcome back to our learning series. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് സേ നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ അത് പഠിച്ചു അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആൻഡ് വി ഹാവ് ഓൾറെഡി ഫൗണ്ട് എ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എവിടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, ദർ ഷുഡ് ബി എ സ്റ്റാർട്ടിംഗ് പോയിന്റ് റൈറ്റ്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ലേൺ സംതിങ് കോൾഡ് ലീൻ യു എക്സ്. നമ്മൾ ലീൻ യു എക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും ബിഗിനേഴ്സാണ്. ഈ പേര് കേട്ടിട്ട് നെറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ലീൻ യു എക്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സാണ് നമ്മൾ യു എക്സ് യു ഐ ഡിസൈനിങ്, പ്രോഡക്റ്റ് ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലീൻ യു എക്സ്. ഓക്കെ, തിങ്ക് ഓഫ് ലൈക്ക് നമുക്കൊരു എഫക്റ്റീവായിട്ട് സമയമൊക്കെ സേവ് ചെയ്ത് നല്ലൊരു ഡിസൈൻ പ്രോസസ്സ് ഉണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റൈറ്റാണ്, റൈറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്ത് നമുക്ക് ഒരു ഡിസൈൻ പ്രോസസ്സ് ഉണ്ട് എന്ന് വിചാരിച്ചു. അതാണ് ലീൻ യു എക്സ് എന്ന് പറയുന്നത്. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് നിങ്ങൾ മന്ത്സ് പ്ലാനിങ്ങിലും ഡോക്യുമെൻറ്റേഷനിലും സ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ ക്വിക്ക്ലി എഫക്റ്റീവായിട്ട് ടൈം സേവ് ചെയ്തിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാണ്, ഡിസൈൻ ചെയ്യാണ്, അത് ടെസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് ഇറ്ററേറ്റ് ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതിനാണ് ലീൻ യു എക്സ് പ്രോസസ്സ് എന്ന് പറയുക. സോ ലീൻ എന്ന ടേമിൽ തന്നെ അർത്ഥമുണ്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. റൈറ്റ്, ലീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഹെവി ഡോക്യുമെൻറ്റേഷൻ, ഹെവി ഡാറ്റ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, പെർഫെക്റ്റ് സ്ക്രീനിൽ വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റ്ലി യൂസേഴ്സിനെ പറ്റി പഠിച്ചിട്ടും ആ ഒരു ലൈക്ക് പ്രോജക്റ്റിൻ്റെ ബിസിനസ് ഗോൾ പഠിച്ചിട്ടും നമുക്ക് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി സ്പീഡ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റും ലേണിംഗ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റും അവിടെ വരും. സോ ബേസിക്കലി ലീൻ യു എക്സ് എങ്ങനെ വർക്ക് ആവുന്നത് വെച്ചാൽ ഐ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് എൻ അസംഷൻ. നമ്മൾ കുറച്ച് റിസർച്ചും ഡാറ്റാസൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അസംഷൻ ബിൽഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ യൂസേഴ്സ് വാണ്ട് ആൻ ഈസിയർ വേ ടു ഫൈൻഡ് കോഴ്സസ്. അത് കഴിഞ്ഞിട്ട് ആ അസംഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ക്വിക്ക് റഫ് സൊല്യൂഷൻ ബിൽഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എ വയർ ഫ്രെയിം, എ സ്മോൾ പ്രോട്ടോടൈപ്പ് ആൻഡ് ഇവൻ എ ഹാൻഡ് ഓൺ സ്കെച്ച് ഈസ് ഫൈൻ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്, ദെൻ വിൽ ഷോ ഇറ്റ് ടു കപ്പിൾ ഓഫ് യൂസേഴ്സ്. ടെസ്റ്റാണ് ഇനിയുള്ളത്. Then okay, we have shown the sketches and all. Let's say in this case, we have to take feedback, right? And then improve. ഇതാണ് typically beginners-ന് friendly ആയിട്ടുള്ളൊരു refined ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് when it comes to lean UX. So I am suggesting this to beginners. You can actually learn a lot. You don't wait for perfect screens അല്ലെ overthink ഇല്ല. That's one of the main problem for beginners, right? They overthink a lot. You can actually learn from real users, real data. And the main thing is that you will iterate a lot. നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓരോ ഇറ്ററേഷനും നമുക്ക് ഓരോ പോയിന്റ്സ് കിട്ടും. ആൻഡ് ഓൾസോ ഗ്ലോബലി സ്റ്റാർട്ടപ്സ് ആൻഡ് പ്രോഡക്ട്സ് വെൽക്കം ചെയ്യുന്നത് ലീൻ യു എക്സ് ആണ്. റൈറ്റ്, ബിക്കോസ് തിങ്ക് ഇൻ ടേംസ് ഓഫ് ലൈക്ക് എന്താ പറയുക, സ്റ്റാർട്ടപ്സ് അവർക്ക് എപ്പോഴും ലക്ഷറി, ടൈമിൻ്റെ ലക്ഷറി ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് ദേ ഹാവ് എ ഗ്രേറ്റ് പ്രോഡക്റ്റ് ഇൻ ഹാൻഡ്, ഗ്രേറ്റ് സൊല്യൂഷൻ ഇൻ ഹാൻഡ്, ദേ ഹാവ് ടു ഗെറ്റ് ഇറ്റ് ടു ദി മാർക്കറ്റ്. റൈറ്റ്, ബട്ട് ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവർ യു എക്സിലും യു ഐയിലും. ബട്ട് ലീൻ യു എക്സ് വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ സോർട്ട് ചെയ്ത് പെട്ടെന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കമ്പനീസ് കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത്. എല്ലാ കമ്പനീസും ഇല്ല, ബട്ട് ഓൾമോസ്റ്റ് ലൈക്ക് കൺസ്യൂമർ സെൻട്രിക് B2B B2C സ്റ്റാർട്ടപ്സ് ഇത് പ്രിഫർ ചെയ്യാറുണ്ട്. ബട്ട് കൂടുതൽ കോണ്ടന്റ് സെൻട്രിക് ആയിട്ട് ഓർഗനൈസേഷൻ ലെവൽസുള്ള പ്രൊഡക്ട്സ് ഒന്നും ലീൻ യു എക്സ് അപ്രോച്ച് ചെയ്യാറില്ല. ബാങ്കിങ് ഇൻഡസ്ട്രി, ലൈക്ക് ഗവൺമെൻറ് സെക്ടേഴ്സൊക്കെ ദേ നീഡ് ദാറ്റ് ട്രഡീഷണൽ ലൈക്ക് സെൻസ് ഓഫ് പ്രോസസ് ആൻഡ് എവറിത്തിങ്. റൈറ്റ്, ആൻഡ് ഈ ലീൻ യു എക്സ് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ജെഫ് ഗോൾതഫ് അലോങ് വിത്ത് ജോഷ് സെയ്ഡൻ. ജെഫ് ഗോൾതഫ് ഡിസൈനറാണ്, ഓത്തറാണ്, പ്രൊഡക്റ്റ് തിങ്കറാണ്. ആൾ വിശ്വസിച്ചത് എന്താ വെച്ചാൽ ട്രഡീഷണൽ യു എക്സ് മെത്തേഡ് ഭയങ്കര സ്ലോ ആണ്. സോ ഈ ഇൻവെൻറ്റഡ് ലീൻ യു എക്സ്. സോ ഐ ബിലീവ് ദാറ്റ്സ് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ലീൻ യു എക്സ്. നൗ വി ലേൺ ഹൗ ടു സ്റ്റാർട്ട് അപ്ലൈങ് ലീൻ യു എക്സ്. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ലീൻ യു എക്സ്. നമുക്ക് കുറച്ച് ക്യാൻവാസുകളുണ്ട്. ഓക്കെ, ഈ ക്യാൻവാസുകൾ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു റൈറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലീൻ യു എക്സ് പ്രോസസ്സിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾ ഈ ക്യാൻവാസൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ പേടിക്കും. ബട്ട് ഡോണ്ട് വെറി, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന എന്താണ് ക്യാൻവാസിലാണ്. ഇപ്പം നമ്മൾ കറൻ്റ്ലി ജസ്റ്റ് ക്യാൻവാസ് 1 മാത്രം നോക്കിയാൽ മതി. വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ക്യാൻവാസ് 1. പ്ലീസ് ഡോണ്ട് ലുക്ക് അറ്റ് അതർ ക്യാൻവാസസ്. ജസ്റ്റ് ഇഗ്നോർ ദം നൗ. നമ്മളതൊക്കെ ഡിസ്കവർ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ക്യാൻവാസ് 1 ഫോർ നൗ. സോ നമുക്ക് ലീൻ യു എക്സ് ക്യാൻവാസ് ഇവിടെ കാണാം. ഓക്കെ, ഓരോ ക്യാൻവാസും ഓരോ കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഓരോ പെർട്ടിക്കുലർ കാര്യമാണ് ഓരോ ക്യാൻവാസിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. സോ ലീൻ യു എക്സ് ക്യാൻവാസ് 1 ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് പ്രോബ്ലം ആണ്. ഓക്കെ, ബിസിനസ് പ്രോബ്ലം, യൂസേഴ്സിൻ്റെ പ്രോബ്ലം അല്ല കേട്ടോ, ബിസിനസ് പ്രോബ്ലം. അതായത് വാട്ട് പ്രോബ്ലം ഡസ് ദി ബിസിനസ് ഹാവ് ദാറ്റ് യു ആർ ട്രൈങ് ടു സോൾവ്. ബിഗിനേഴ്സിന് കുറച്ച് കിളി പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് കമ്പനിയായിട്ട് കാണാം. ഓക്കെ, ആ കമ്പനി എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ കമ്പനിയായിട്ടൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ആണല്ലോ. റൈറ്റ്, നമ്മൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി അതിലാണല്ലോ വർക്ക് ചെയ്യണത്. കൺഫ്യൂഷൻ മാറ്റി തരാം.
നമുക്ക് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിലും ബിസിനസ്സിലും മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, നമുക്ക് ഇമാജിനറി ആയിട്ട് കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും. സോ അതിന് വേണ്ടി ലെറ്റ്സ് ടേക്ക് അവർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അതിന് മുമ്പ് നമ്മുടെ പ്രീവിയസ് വീഡിയോ ആയിട്ടുള്ള ഹൗ ടു ഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഓർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ സജസ്റ്റ് യു ടു വാച്ച് ഇറ്റ് റൈറ്റ് നൗ സോ ദാറ്റ് യു വിൽ get a flow right. അല്ലാണ്ട് ഇത് കാണരുത്. So getting back to the point, നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്ത പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഈസ് ദാറ്റ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പീപ്പിൾ ഹു വർക്ക് in Kerala struggle to find, let's say I'm in Calicut, ഞാൻ കൊച്ചിയിലേക്ക് മാറാണ് ആൻഡ് ഐ വാണ്ട് ടു ഫൈൻഡ് എ റെൻ്റൽ പ്ലേസ്, സ്റ്റേ വാട്ടർ. ഇറ്റ്സ് പ്രെറ്റി മച്ച് ഹാർഡ് റൈറ്റ്. ഐ വാണ്ട് ടു റിലൈ ഓൺ ബ്രോക്കേഴ്സ് ആൻഡ് ഓൾ ദി പ്ലാറ്റ്ഫോംസ് ലൈക്ക് OLX ആൻഡ് ദീസ് പ്ലാറ്റ്ഫോംസ്. എന്താ ക്രൗഡാണ്, നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള കണക്ഷൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. ആൻഡ് ഇഫ് ഐ വാണ്ട് ടു ലൈക്ക് സ്റ്റേ വിത്ത് പീപ്പിൾ ഹു ആർ ഇൻ ടെക് ഇറ്റ് സെൽഫ്, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ആൻഡ് ദാറ്റ് ഈസ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ നൗ ഇതൊരു റണ്ണിങ് ബിസിനസ് അല്ല, അല്ലെ റിയൽ പ്രൊഡക്റ്റ് അല്ല, റൈറ്റ്? സോ നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെയാണ് ബിസിനസ് പ്രോബ്ലം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് ഇമാജിൻ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഓൾറെഡി ഉണ്ട്, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഡിസൈൻ ചെയ്യുന്ന ഒരാളായിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, സോ അവർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റുഡൻസും വർക്കിംഗ് പീപ്പിളും ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സ്റ്റേസ്, റൈറ്റ്? വി നീഡ് ടു അസ്യൂം ഇതായിരിക്കണം അല്ലെങ്കിൽ ഇതാവും ഒരു പ്രോബ്ലം, ലൈക്ക് ബിസിനസ് പ്രോബ്ലം എന്നുള്ളത്, റൈറ്റ്? സോ തിങ്ക്, ഇഫ് എ ബിസിനസ് എക്സിസ്റ്റഡ് ടു സോൾവ് ദിസ്, വാട്ട് വുഡ് ബി ദ നെഗറ്റീവ് ഇമ്പാക്ട് ഇഫ് ദിസ് പ്രോബ്ലം റീമെയിൻ അൺസോൾവ്ഡ്? അതായത് സിൻസ് യൂസേഴ്സ് സ്ട്രഗിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഹൈപ്പോത്തസിസിലേക്ക് എത്താം. അതായത് നമ്മളെ പ്രൊഡക്റ്റിൽ ലോവർ യൂസർ എൻഗേജ്മെൻറ്റ് വരാണ്, ലോവർ റിട്ടൻഷൻ വരാണ്. ഓക്കെ, റിട്ടൻഷൻ എന്ന് പറയുന്ന ടേമൊക്കെ നിങ്ങൾക്ക് ന്യൂ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ചീറ്റ് ഷീറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റിൽ എന്താണ് റിട്ടൻഷൻ, എന്താണ് യൂസർ എൻഗേജ്മെൻറ്റ്, ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ എക്സാമ്പിൾ, റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ചിട്ട് 15 വയസ്സ് കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, യു ക്യാൻ ആക്സസ് ഇറ്റ്. സോ അഗൈൻ, ലോവർ യൂസർ എൻഗേജ്മെന്റ് ഉണ്ടായാൽ പണി കിട്ടും, ഫ്യൂവർ ബുക്കിംഗ്സ് ഓർ ട്രാൻസാക്ഷൻസ്, ലോസ്റ്റ് പൊട്ടൻഷ്യൽ റവന്യൂ, പൂർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷൻ. ഓക്കെ, ഇതൊക്കെ വന്നാൽ എന്താ, ടിപ്പിക്കലി ഈ ഒരു പ്രൊഡക്റ്റ് ഫെയിൽ ആവും ആൻഡ് ബിസിനസ് പ്രോബ്ലം ആണ് ഇതൊക്കെ. സോ ദാറ്റ് വി ഹാവ് സം ബിസിനസ് പ്രോബ്ലംസ് നൗ. ഓക്കെ, ഇനി ഈ കിട്ടിയ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് അസംഷനിലേക്ക് കൊണ്ടുവരണം, റൈറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ബിക്കോസ് യൂസേഴ്സ് സ്ട്രഗിൾ ടു ഫൈൻഡ് സ്യൂട്ടബിൾ സ്റ്റേസ് ഈസിലി, ദി ബിസിനസ് വുഡ് ഫേസ് ലോ ബുക്കിംഗ് റേറ്റ്സ് ആൻഡ് ഡിഫിക്കൽറ്റി ഗെറ്റിംഗ് റവന്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്യാൻ ബി, ഇഫ് ദി പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്, യൂസേഴ്സ് വിൽ ഡ്രോപ്പ് ഓഫ് ബിഫോർ കംപ്ലീറ്റിംഗ് ബുക്കിംഗ്, റിസൾട്ടിംഗ് ഇൻ പുവർ ബിസിനസ് ഗ്രോത്ത്. The platform would struggle to build trust and retention if users find it hard to find accommodation. Right? അപ്പോൾ ഇതൊക്കെ സംഭവിച്ചാൽ എന്താ, ടിപ്പിക്കലി ഇതൊക്കെ ബിസിനസ് പ്രോബ്ലം ആയിട്ട് മാറും. നമ്മൾ ബിഫോർ പറയുന്ന പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു അസംഷൻ ഉണ്ടാക്കുകയാണ്, ഒരു ഹൈപ്പോത്തസിസ് അസംഷൻ ഉണ്ടാക്കുകയാണ്. അത് ചിലപ്പോൾ കറക്റ്റായിരിക്കും, ചിലപ്പോൾ കറക്റ്റായിരിക്കില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി റൈറ്റ്, മോസ്റ്റ് ആക്യുറേറ്റ്ലി അത് റൈറ്റ് ആവും ഇങ്ങനത്തെ അസംഷനൊക്കെ. സോ വി ഗോട്ട് സം അസംഷൻ ആസ് വെൽ. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ക്യാൻവാസ് ഹൈപ്പോത്തറ്റിക്കലോ ആവും, ബട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷനോ, സോ ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ് പ്രോബ്ലം എന്ന് പറയുന്നത് ക്യാൻവാസ് വണ്ണിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ബിസിനസ് പ്രോബ്ലം ഈസ് ദാറ്റ് ഇഫ് യൂസേഴ്സ് കാൺട്ട് ഈസിലി ഫൈൻഡ് ആൻഡ് ബുക്ക് സ്റ്റേസ്, ദി പ്ലാറ്റ്ഫോം വിൽ ഫേസ് ലോ ബുക്കിംഗ് കൺവേർഷൻസ്, പൂർ യൂസർ റിട്ടൻഷൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ജനറേറ്റിംഗ് റവന്യൂ. നമ്മളവിടെ കൺക്ലൂഡ് ചെയ്തു. സോ നൗ വി ഹാവ് ഫിൽഡ് ക്യാൻവാസ് 1. നമുക്കൊരു ഓൾറെഡി ബിസിനസ് ഡാറ്റ കാര്യങ്ങളില്ല, ബട്ട് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ ബിഗിനേഴ്സ്, റൈറ്റ്? കാരണം ആസ് ബിഗിനേഴ്സ് നമുക്ക് റിയൽ പ്രോഡക്റ്റ് ലൈക്ക് ഫേം എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഹെൽത്തി. ഇത്രയും ചെയ്താൽ തന്നെ LeanUX ക്യാൻവാസ് 1 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട് ദി പോയിന്റ് ദാറ്റ് അഡ്വാൻസ് ലെവലല്ല, ലൈക്ക് ബിഗിനർക്ക് എന്തായാലും കൺസ്യൂമബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിരിക്കും, ബിലീവ് മീ, ടു സ്റ്റാർട്ട് വിത്ത്, റൈറ്റ്? നിങ്ങൾ LeanUX ക്യാൻവാസ് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ there are some things to to cover, like current offering, how they deliver value, മാർക്കറ്റിലെ ചേഞ്ച് കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഈ കാര്യങ്ങൾ നമ്മൾ ലേറ്റർ എക്സ്പ്ലോർ ചെയ്യും, റൈറ്റ്? ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമ്മൾ ഇത് മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. ഓക്കെ, നൗ യു നീഡ് ടു പ്രാക്ടീസ് ക്യാൻവാസ് 1. ഓക്കെ, സോ വീഡിയോസ് തറവിലി കണ്ടിട്ട് നോട്ട് എടുക്കുക ആൻഡ് പ്രാക്ടീസ് യുവർ ഓൺ. ഈ ക്യാൻവാസിൻ്റെ റിസോഴ്സ് ഫിഗ്മ ഫയൽ ഓർ ലൈക്ക് എ PDF തിങ് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഡൗൺലോഡ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഓൺ യുവർ ഓൺ. ആൻഡ് നിങ്ങൾ തന്നെ എഴുതി പഠിക്കാൻ നോക്കുക, നോട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ആൻഡ് ഡിഫറെൻറ്റ് സിനാരിയോസ് വെച്ചിട്ട് ബിസിനസ് പ്രോബ്ലംസ് റൈറ്റ് ചെയ്യുക. മണ്ടത്തരങ്ങളായിക്കോട്ടെ, ഇറ്റ് ഡസൻ ഹാവ് ടു ബി പെർഫെക്റ്റ് ഓർ റൈറ്റ്. ആൻഡ് അനദർ പ്രോബ്ലം ഇഫ് യുവർ ബിഗിനർ വിൽ ബി ഈ ടേംസ്, ഞാൻ പറഞ്ഞ യൂസർ റിട്ടൻഷൻ ടേം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, അതൊന്നും ചിലപ്പം അറിയില്ലായിരിക്കും. ഡോണ്ട് വറി, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ്, ലേണിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓരോ എന്താണ് ലൈക്ക് ടേമും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, മെട്രിക്കും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിത്ത് റിയൽ വേൾഡ് എക്സാമ്പിൾ, റിയൽ പ്രൊഡക്ട്സ് ആപ്സിലും വെബ്സൈറ്റ്സിലുള്ള എക്സാമ്പിൾ കാണിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾസോ ഐ വിൽ അറ്റാച്ച് എ ഡോക്യുമെൻറ്റ് ഈ വീഡിയോൻ്റെ അണ്ടറിലായിട്ട് എന്താണ് ടേം, ഈച്ച് ടേം മീൻ ചെയ്യുന്നത്, സോ ദാറ്റ് വെൻ യു സ്റ്റാർട്ട് അപ്ലൈയിങ് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. നമ്മൾ കവർ ചെയ്തത് LeanUXൻ്റെ ഇൻട്രൊഡക്ഷൻ
എന്താണ് സംഭവം ലിനിയോക്സ് എന്നുള്ളത് ആൻഡ് ക്യാൻവാസ് 1 ഇന്നത്ര മതി. വി ക്യാൻ സ്ലോലി ഗോ ആൻഡ് ലേൺ തിങ്സ്, റൈറ്റ്? കുറേ കാര്യങ്ങൾ ലൈക്ക് ഫിൽ ചെയ്തിട്ട് കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദി വീഡിയോ കെയർഫുള്ളി ആൻഡ് യു നീഡ് ടു നോട്ട് തിങ്സ് ഡൗൺ, ഡോക്യുമെൻറ്റ് ചെയ്യുക ആൻഡ് പ്രാക്ടീസ് ഇറ്റ്, റൈറ്റ്? എന്നാലും ഇത് യൂസ്ഫുൾ ആവുള്ളൂ. ആൻഡ് പ്ലീസ് അഗൈൻ കീപ്പ് ഇൻ മൈൻഡ്, ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി അപ്രോച്ച് ആയതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ കവർ ചെയ്യില്ല, ബട്ട് എഫക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. മേക്ക് ഷുവർ നമുക്ക് ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ദാറ്റ് വിൽ ബി മോർ healthier for beginners. So if you people have any doubts, questions, just comment it down or reach out to me via Instagram. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. So until next video, make sure that you are following all of the other videos, previous videos, took studies, took notes, apply ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ ഫോർ നൗ. നമ്മൾ ഫിഗ്മ ഒന്നും എത്തിയിട്ടില്ല. ബിഫോർ ഫിഗ്മ നമ്മൾ കവർ ചെയ്യേണ്ട കുറേ ഫണ്ടമെൻറ്റൽസ് ഉണ്ട്. വിൽ ഗെറ്റ് ദെയർ.